പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ വില്ലനാണ് അവരുടെ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രെസ് ടെൻഷൻ നമുക്ക് ഒരു തരത്തിലുള്ള നല്ല കാര്യങ്ങളും ചെയ്തു തരുന്നില്ല, പകരം നമ്മളുടെ പഠനത്തെ അത് ഒരുപാട് രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രെസ്സും ടെൻഷനും ആൻസൈറ്റീസും എല്ലാം നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു എക്സാം ടൈമിൽ നമുക്ക് കൂടുതലായിട്ടും ഇത് കൂടുന്നത് എക്സാം സമയത്താണ് അല്ലേ. സോ ഈ സമയത്ത് എങ്ങനെ നമുക്കിത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാം എന്ന് ചോദിച്ചാൽ, ആ സമയത്ത് പോയി കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. സോ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ എത്രയും നേരത്തെ തന്നെ നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ കൈക്കുള്ളിൽ നിർത്താൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമുക്ക് ആ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ ഞാൻ ഇപ്പോൾ കുറച്ച് ടെൻഷൻ അനുഭവിക്കാം, എക്സാം സമയമാകുമ്പോൾ ഞാൻ ഇതൊക്കെ ആപ്ലിക്കബിൾ ആക്കാം എന്ന് കരുതി നിങ്ങൾ കേട്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും അവിടെ നിൽക്കുന്ന സമയത്ത് അത് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സാം സമയത്തുണ്ടാകുന്ന ഈ ഒരു പ്രധാനപ്പെട്ട വില്ലനെ നമുക്ക് മൊത്തത്തിൽ എടുത്ത് കളയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, എന്തൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. പ്രധാനമായും ഈ ഒരു ടെൻഷൻ എന്ന് പറയുന്നതിനെ അഫക്റ്റ് ചെയ്യുന്നത് മെയിൻ ആയിട്ടും നമ്മുടെ ഫിസിക്കൽ എലമെന്റ്സും അഫക്റ്റ് ചെയ്യാറുണ്ട്, മെന്റൽ ആയിട്ടുള്ള എലമെന്റ്സും അഫക്റ്റ് ചെയ്യാറുണ്ട് അല്ലേ. മെയിൻ ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്തു കൊണ്ടുപോകേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തും. ഇത് ഓക്കെ അല്ല എങ്കിൽ, ഫിസിക്കൽ ഹെൽത്തും ഓക്കെ അല്ല, മെന്റൽ ഹെൽത്തും ഓക്കെ അല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിനി എന്തൊക്കെ നേരം എത്ര സമയം നമ്മൾ ഇതിനു വേണ്ടി ഇരുന്നു എന്ന് പറഞ്ഞിട്ടാലും അവിടെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തും കൊണ്ടുവരിക. ഈ രണ്ടും ഒരേ തലത്തിൽ ബാലൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും മെന്റൽ ഹെൽത്തിനെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് നല്ല ഉറക്കം ലഭിക്കുക. നിങ്ങൾ കുറേ പേര് ഈ എക്സാം സമയമാകുമ്പോഴത്തേക്കും എന്താണ് ഓവർ ടെൻഷൻ ആകും, അങ്ങനെ ഉറക്കം കിട്ടാതാകും, ഉറക്കം കിടന്നാൽ പോലും ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് പോകുന്നൊരു അവസ്ഥ വരാറുണ്ട് അല്ലേ. പക്ഷേ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൺട്രോൾ ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ഉള്ള ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക. നിങ്ങൾ വിചാരിക്കുമോ എനിക്ക് സ്ട്രെസ് ഒന്നും ഇല്ല, എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ല, ഇതൊക്കെ എന്താണ്, പക്ഷേ എനിക്കിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലയിൽ ഭാരമൊക്കെ തോന്നാറുണ്ട്, അത് വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ഇതൊക്കെയാണ് മക്കളെ സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുക, നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്ത് ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് ഈ PSC പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടെൻഷൻ വരാറുണ്ടോ, എക്സാംസ് അറ്റൻഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് ടെൻഷൻ വരാറുണ്ടോ എന്ന് നിങ്ങൾ ചുമ്മാ ഒന്ന് നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കിയേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നല്ലേ. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇനി മുതൽ അങ്ങോട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ കാര്യം നല്ല ഉറക്കം. ഓക്കെ, നല്ല ഉറക്കം എന്ന് പറയുമ്പോൾ 10-12 മണിക്കൂർ കിടന്നുറങ്ങണം എന്നല്ല പറയുന്നത്. ഒരു ഹെൽത്തി ബോഡിക്ക് ആവശ്യം ഒരു 6 മണിക്കൂർ, മിനിമം 6 മണിക്കൂർ ഉറക്കമാണ്. ഇവിടെ പറയുന്ന മിക്ക കാര്യങ്ങളും നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ റിസർച്ചിലൂടെ പ്രൂവ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ഞാൻ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല. ഇത് ഓൾറെഡി സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ആണ് കേട്ടോ. അത് കുറച്ച് അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതുന്നു. കാരണം കുറേ പേരിങ്ങനെ കമന്റ്സിലും അല്ലാതെ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ടെൻഷൻ 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 പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. സോ ഒരു പരിധി വരെ നമുക്ക് ഫുള്ളി എടുത്ത് മാറ്റാൻ പറ്റില്ല, പക്ഷെ ഒരു പരിധി വരെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഒരു 6 മണിക്കൂർ മിനിമം ഉറങ്ങുക. മിനിമം എന്ന് പറയുമ്പോൾ എക്സാം ടൈം ആകുമ്പോഴത്തേക്കും കുറച്ച് ഉറക്കം നമുക്ക് വീണ്ടും റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങുകയാണെങ്കിൽ, കറക്റ്റ് ഒരു റിവിഷനിൽ നിങ്ങൾ ഫൈനൽ സ്റ്റേജിൽ പോയി നിൽക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഉറക്കമൊന്നും ഒഴിയേണ്ടി വരത്തില്ല. പക്ഷെ ഒരു പരിധി വരെ നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുക, മിനിമം ഒരു 6 മണിക്കൂർ ഉറങ്ങുക. കാരണം നമ്മുടെ ബോഡി, നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഡേ ടൈമിലൊക്കെ ഫുൾ ടൈം PSC പ്രിപ്പറേഷന് വേണ്ടി ഇരിക്കുന്നവർ തീർച്ചയായിട്ടും ഉറങ്ങിയിരിക്കണം. കാരണം ഫുൾ ടൈം നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർക്ക്
വർക്ക് ചെയ്താൽ മാത്രം പോരാ, ഈ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ ലോഡായി നിൽക്കുകയും വേണം അല്ലേ. അപ്പൊ അങ്ങനെ ലോഡായി നിൽക്കണമെങ്കിൽ ബ്രെയിനിന് കുറച്ച് റെസ്റ്റ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആ റെസ്റ്റ് കിട്ടുന്നത് എപ്പോഴാണ്? നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് അല്ലേ. അപ്പോൾ അങ്ങനെ ബ്രെയിന് ഒരു റെസ്റ്റ് കൊടുത്താൽ മാത്രമേ അത് അതിലും നല്ല എഫക്റ്റീവായിട്ട് ഒരു 100% എഫിഷ്യൻസിയോട് കൂടി വീണ്ടും അതിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് മിനിമം ഒരു 6 മണിക്കൂർ ഉറങ്ങുക. ഇത് നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ദിവസം, ആക്റ്റീവായിട്ടുള്ളൊരു ദിവസം കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി അത് മാത്രമല്ല, നല്ല ഒരു ഫുഡ്, നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. നിങ്ങളിപ്പോൾ പഠിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുകയാണ്, നിങ്ങൾ ഓവറായിട്ട് വേണ്ടാത്ത ഫുഡ്സും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്, എന്നാൽ വേണ്ടുന്ന ഫുഡ്സ് ഒന്നും, പ്രോട്ടീൻ ഫുഡ്സോ അല്ലെങ്കിൽ എന്താണ് വെജിറ്റബിൾസോ ലീഫി വെജിറ്റബിൾസോ ഒന്നും തന്നെ നിങ്ങൾ കഴിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ബോഡി അവിടെ എന്ത് ചെയ്യാണ്? നിങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ബോഡി അവിടെ വീക്കായി വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇതിന്റെ റിസൾട്ട് വരുന്നത് എപ്പോഴാണെന്നറിയാമോ? എക്സാമിന്റെ തലേന്നോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പൊക്കെ ആയിരിക്കും ഇതിന്റെ മൊത്തത്തിലുള്ള എഫക്റ്റ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം പഠിച്ചത് എന്തായി പോകും? വെറുതെ ആയി പോകും അല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ഫുഡ് കുറച്ചും കൂടി ശ്രദ്ധിക്കുക, നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് നാളത്തേക്ക് ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കുക. നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പഠിക്കുന്ന ആ സമയം നമുക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണമെങ്കിൽ നമ്മുടെ മൈൻഡും ഓക്കെ ആയിരിക്കണം, നമ്മുടെ ബോഡിയും ഓക്കെ ആയിരിക്കണം അല്ലേ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല ഫുഡ്സ്, ഹെൽത്തി ഫുഡ്സ് കഴിക്കുക, പ്രോട്ടീൻ ഫുഡ്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം, അങ്ങനെയുള്ള ഹെൽത്തി ഫുഡ്സ് കഴിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടെ. അതേപോലെ തന്നെ എക്സസൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയൂ, എനിക്കിവിടെ പഠിക്കാൻ പോലും 1 മണിക്കൂർ കിട്ടുന്നില്ല, പിന്നല്ലേ എക്സസൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. മക്കളെ, ഇപ്പം നമ്മൾ അങ്ങനെയൊക്കെ കരുതും, പക്ഷേ ഈ എക്സസൈസിന്റെ ഗുണങ്ങളും കാര്യങ്ങളും നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് ഗ്രാജുവലി നമ്മുടെ ബോഡിയിൽ അതിന് നല്ല ഒരു റിസൾട്ട് അവർ തന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് എക്സസൈസ്, ജസ്റ്റ് എക്സസൈസ് എന്ന് പറയുമ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണം എന്നൊന്നും അല്ല പറയുന്നത്. നിങ്ങൾ കുറച്ച് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ ഒന്ന് നടക്കാം. ഒന്നെങ്കിൽ രാവിലെ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാം, അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, യോഗ ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് എന്നുള്ള ആ ഒരു ഫാക്ടറിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഒരു പരിധി വരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും, ഒരേ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ആ സ്ട്രെസ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതല്ലാതെയുള്ള കുറച്ച് എലമെന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമത്തേതാണ് റിലീസ് യുവർ ഇമോഷൻസ്. അതായത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകും അല്ലേ. നിങ്ങൾ പല കാര്യങ്ങൾ, വീട്ടിലെ ബുദ്ധിമുട്ടാകാം, അല്ലെങ്കിൽ ബാധ്യതകളാകാം, അങ്ങനെ പലരുടെയും കുത്തുവാക്കുകളാകാം, പല പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലേ. പക്ഷേ ആ പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ തലയിൽ വെച്ച് ഭാരം കയറ്റി ഇരുന്നിട്ടാണ് നമ്മൾ ആ ബുക്ക് എടുത്ത് പഠിക്കുന്നതെങ്കിൽ എന്തെങ്കിലും നമ്മുടെ തലയിലോട്ട് കയറുമോ? എന്തേ കാണുള്ളൂ? ഈ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാകുള്ളൂ. ആ പഠിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക്, നമ്മുടെ ബ്രെയിനിലേക്ക് കയറത്തില്ല. സോ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, വിഷമങ്ങളില്ലാത്ത മനുഷ്യരില്ല. എല്ലാവർക്കും ഓരോ തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാകും. ചിലർക്ക് ഇന്റൻസിറ്റി കൂടുതലായിരിക്കും, ചിലർക്ക് ഇന്റൻസിറ്റി കുറവായിരിക്കും. അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാണുക. ഇറ്റ്സ് ലൈഫ്. ഇതാണ് ലൈഫ്. ലൈഫിൽ സന്തോഷം മാത്രമല്ല വിഷമങ്ങൾ ഉണ്ടാകും. അതിനെ പോസിറ്റീവായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അതായത് നിങ്ങൾക്ക് ഇപ്പം ഒരു വിഷമം ഉണ്ടെങ്കിൽ അതിൽ അടുത്തൊരു സ്റ്റേജിൽ നിങ്ങൾക്ക് അതൊരു സന്തോഷമാകും വരാനായിട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കി പോസിറ്റീവായിട്ട് അതിനെ കാണാനായിട്ട് ശ്രമിക്കുക. ആ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ കുറച്ച് നാളത്തേക്കൊന്ന് മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചാൽ മതി. ഇങ്ങനെ ഞാൻ അത് ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരു ലക്ഷ്യത്തിൽ എത്താൻ പറ്റില്ല, എൻ്റെ ജീവിതം ഇതിനേക്കാളും താന്നു പോകത്തതേ ഉള്ളൂ എന്ന് നിങ്ങളെ മനസ്സിനെ സ്വയം പറഞ്ഞു പഠിപ്പിക്കുക. ഇറ്റ്സ് മേ ടേക്ക് ടൈം. കുറച്ച് സമയം എടുക്കും അതൊന്ന് ആ ഒരു സ്റ്റേജിലേക്ക് കൺവേർട്ടായി വരാൻ കുറച്ച് സമയം എടുക്കും. ബട്ട് ട്രസ്റ്റ് മീ, ഉറപ്പായിട്ടും അങ്ങനെ നിങ്ങൾ കൺവേർട്ടായി വന്നിരിക്കും. നിങ്ങളുടെ വിഷമങ്ങളെല്ലാം നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കി, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, എനിക്കിപ്പോൾ പഠിക്കുകയാണ് ഇമ്പോർട്ടൻ്റ്, എനിക്കൊരു ജോലിയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾ, നിങ്ങൾ ആ ഒരു ഇമോഷൻസ് ഉണ്ടല്ലോ, നിങ്ങളുടെ മൈൻഡിലിരിക്കുന്ന ആ ഒരു
എന്താണ് വിഷമം ഉണ്ടല്ലോ, അത് നിങ്ങൾ കുറച്ച് നാളത്തേക്ക് എടുത്ത് മാറ്റുക, കളയുക, മൈൻഡിൽ നിന്ന് എടുത്ത് കളയുക. ഫുൾ ടൈം ഇതേന്നും പറഞ്ഞ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾ ഒരു പരിധി വരെ നിങ്ങൾ കൺട്രോൾ ആയിക്കോളും. മനസ്സിലായോ? അപ്പോൾ ആ ഇമോഷൻസ്, ആ വിഷമങ്ങളൊക്കെ കുറച്ച് നാളത്തേക്ക് എടുത്ത് ഒന്ന് കൺവേർട്ട് ചെയ്ത് മാറ്റാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തൊരു കാര്യമാണ് കീപ് എ റുട്ടീൻ. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു റെഗുലർ ബ്രേക്ക് കൂടി നോക്കുക. അതായത് നിങ്ങളിപ്പോൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് കറക്റ്റായിട്ടൊരു റുട്ടീൻ അവിടെ ഉണ്ടാകണം. ഞാൻ ഇന്ന് രാവിലെ 10 മണിക്ക് പഠിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ദിവസവും 10 മണിക്ക് നീ അവിടെ പഠിക്കാൻ ഇരുന്നിരിക്കണം. ആ ഒരു റുട്ടീൻ നിങ്ങൾ കൊണ്ടുവരിക. അല്ലാതെ ഇന്ന് ഞാൻ കുറേ നേരം ഇരുന്ന് പഠിച്ചു, അതുകൊണ്ട് നാളെ ഞാൻ റെസ്റ്റ് എടുക്കാം, മറ്റന്നാൾ അരമണിക്കൂർ പഠിക്കാം, മറ്റന്നാൾ അതിൻ്റെ അടുത്ത ദിവസം റെസ്റ്റ് എടുക്കാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്കൊരു റിസൾട്ടിലേക്ക് പോയി എത്താൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ഒരു ഡിസിപ്ലിൻ, നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാം, കറക്റ്റ് ഒരു റുട്ടീൻ കൊണ്ടുവരാം. 4 മണിക്ക് എണീക്കുക, രാവിലെ എണീക്കുന്നവരാണെങ്കിൽ 4 മണിക്ക് എണീക്കുക, 4 to 7 ഒരു ടോപ്പിക്ക് പഠിക്കുക, അതിനുശേഷം ബ്രേക്ക് എടുക്കണം. അതാണ് ഞാൻ അടുത്ത പറയുന്നത്, നിങ്ങൾ ബ്രേക്ക് എടുക്കാതെ പഠിക്കരുത്. കുറേ പേര് ചെയ്യുന്ന ഒരു അബദ്ധമാണ്, രാവിലെ ഇരുന്ന് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കാൻ നേരം മാത്രമായിരിക്കും എഴുന്നേറ്റ് വരുന്നത്, അതിനുശേഷം ഇരുന്ന് കഴിഞ്ഞാൽ വൈകിട്ടായിരിക്കും എഴുന്നേറ്റ് വരുന്നത്. അത്രയും സമയം നിങ്ങൾ ഫുൾ ടൈം ഇരുന്നെന്ന് പറഞ്ഞാലും ചിലപ്പം അത്രയും ആ ടൈം ഫുൾ എഫക്റ്റീവായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തു എന്ന് വരത്തില്ല. ജസ്റ്റ് ചിലപ്പോൾ ചിന്തകൾ വേറെ ആയിരിക്കും, പഠിച്ച കാര്യങ്ങൾ വീണ്ടും തലേ കയറാത്ത സിറ്റുവേഷൻ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അരമണിക്കൂർ ഇടവിട്ടെങ്കിലും ബ്രേക്ക് എടുക്കുക. ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയിട്ട് ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് വീണ്ടും വന്ന് പഠിക്കാനായിട്ടിരിക്കുക. അങ്ങനെ വേണം പഠിക്കാനായിട്ട്, മനസ്സിലായോ? അല്ലാതെ ഫുൾ ടൈം രാവിലെ ബുക്കിന്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞ് വൈകിട്ടേ ഞാൻ എണീക്കുള്ളൂ, ഫുഡൊക്കെ അവിടെ കൊണ്ടുവരുന്നു, കൈ കഴുകി പോകുന്നു, അങ്ങനത്തെ ഒരു സിസ്റ്റം നമുക്ക് നല്ലതല്ല. അത് നമ്മുടെ ഹെൽത്തിനെയും നെഗറ്റീവായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സമയം അവിടെ നഷ്ടമായിക്കൊണ്ടിരിക്കത്തതേ ഉള്ളൂ. അതുകൊണ്ട് കറക്റ്റ് ഒരു റുട്ടീൻ കൊണ്ടുവരിക. ഒരു ദിവസം ഇന്ന സമയങ്ങളിൽ ഞാൻ പഠിക്കും, ഇന്ന സമയങ്ങളിൽ ഞാൻ എക്സാംസ് വർക്കൗട്ട് ചെയ്യും, ഇന്ന ടൈമിൽ ഞാൻ എക്സസൈസ് ചെയ്യും, ഞാൻ റെസ്റ്റ് എടുക്കും, അങ്ങനെയുള്ളൊരു കറക്റ്റ് റുട്ടീൻ. അത് നാളെ മുതൽ ആ എക്സാമിൻ്റെ തലേ ദിവസം വരെ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ആ ഒരു ഉറപ്പ് കൂടി നിങ്ങൾ തന്നെ സ്വയം കൊണ്ടുവരണം. അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലാസ്റ്റ് ടൈം വരെ നിങ്ങൾ ആ റുട്ടീൻ തന്നെ കൊണ്ടുപോവുക. അതിനിടയ്ക്കിടയ്ക്കായിട്ട് ചില ബ്രേക്കുകൾ എടുക്കുക. ഇനി അതേപോലെ തന്നെ ഫുൾ ടൈം എക്സാം വരെ റൂമിന് പുറത്തിറങ്ങാതെ, വീടിന് പുറത്തിറങ്ങാതെ പഠിക്കുക, അങ്ങനെ ഒരു സിസ്റ്റം വേണ്ട. അത് കുറേ പേരെയും മാനസികമായിട്ട് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് ചോദിക്കും, ജോലി കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും എന്നുള്ള രീതിയിലെ ഒരു സിറ്റുവേഷനിലേക്ക്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പോകാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ചെയ്യേണ്ട. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് സമയം ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യുക. അത് ഫുൾ ടൈം എന്നല്ല, ഇച്ചിരി സമയം. ഓക്കെ, നമുക്ക് സമയം വിലപ്പെട്ടതാണെന്ന് അറിയാലോ. അതുകൊണ്ട് കുറച്ച് സമയം വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി എങ്കിലും ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിട്ടോ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ സ്ട്രെസ് റിലീഫ് ചെയ്യേണ്ട മറ്റൊരു മെയിൻ ഫാക്ടറാണ്. നമ്മൾ കുറച്ച് സന്തോഷിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമ്മുടെ ആ ഒരു മൈൻഡിൽ നിന്ന് പോകും. ഓക്കെ, അതുകൊണ്ട് അങ്ങനത്തെ ആ ഒരു ബ്രേക്കും കാര്യങ്ങളും എടുക്കാൻ നിങ്ങൾ മറക്കരുത്. ഇനി മാനേജ് യുവർ എക്സ്പെക്ടേഷൻസ്. നമുക്ക് പ്രതീക്ഷകൾ കൂടുതലാണ്, നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് എക്സ്പെക്ടേഷൻസിൻ്റെ അത്രയും നമുക്ക് ചിലപ്പം എത്താൻ പറ്റിയെന്ന് വരത്തില്ല. സോ നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക. നമുക്കൊരു 10th ലെവൽ എക്സാം പോലും ക്രാക്ക് ചെയ്യാൻ കഴിവില്ലാത്ത ഒരാൾ, കഴിവില്ല എന്ന് പറയുന്നത് സ്വന്തമായിട്ട് കഴിവില്ലാത്ത ആക്കിയ ഒരാൾ, ഓക്കെ, അല്ലാതെ എല്ലാവരും ഒരേ കഴിവുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ അതെങ്ങനെ അവർ പ്രയോജനപ്പെടുത്തി എന്നതിലാണ് അതിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ ഒരു 10th ലെവൽ എക്സാംസ് അല്ല, എനിക്ക് IAS ആകണം, എനിക്കൊരു ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് എക്സ്പെക്ടേഷൻ കൂടുതലായിരിക്കും. പക്ഷെ അതിനൊത്ത് വർക്ക് ചെയ്യാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് താങ്ങുന്ന ആ ഒരു എക്സാം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. മനസ്സിലായോ? നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു എക്സാം അത് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. LGS ലെവൽ എക്സാം ഉണ്ട്, 10th ലെവലുണ്ട്, 12th ലെവലുണ്ട്, ഡിഗ്രി ലെവലുണ്ട്, KS ഉണ്ട്, UPSC ഉണ്ട്, ഏത് വേണോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. SSC ഉണ്ട്, റെയിൽവേ ഉണ്ട്, ഏത് എക്സാം ആയിക്കോട്ടെ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന എക്സാം ആണോ എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. നിങ്ങൾ അതിനെക്കുറിച്ച് റിസർച്ച് നടത്തുക. അങ്ങനെ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിലേക്ക് പോവുക. നമുക്ക് ചിലപ്പം
ചില ആൾക്കാർക്ക് LGS ലെവൽ എക്സാം തന്നെ ക്രാക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള ആളായിരിക്കും. എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? UPSC ലെവൽ എക്സാം ആയിരിക്കും. സോ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത്. അത് ചിലപ്പോൾ നമ്മളത് തരണം ചെയ്യാൻ ഒരുപാട് സമയം നമുക്ക് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് മക്കളെ, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. അത് മാത്രമല്ല, നമ്മളുടെ ആ ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഫാമിലിയുടെ അടുത്ത് കൂടി പറയാം. നിങ്ങൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യരുത്. ഈ ഒരു സംഭവം 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ നേടിയെടുക്കാൻ പറ്റുന്നതൊന്നല്ല ഒരു സർക്കാർ ജോലി എന്ന് പറയുന്നത്. ചിലർക്ക് 1 വർഷം കൊണ്ട് നേടിയെടുക്കാൻ പറ്റും, ചിലർക്ക് 1-2 വർഷം സമയം ആവശ്യമായിട്ട് വരും. അപ്പോൾ അവരെ മനസ്സിലാക്കുക, അവരെ ആദ്യം തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക, നിങ്ങൾ എനിക്ക് ഓവർ സ്ട്രെസ് തരരുത്, ഞാൻ പഠിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ, നിങ്ങൾ എനിക്ക് ആവശ്യമായ സമയം തരണം, അവിടെ വലിയൊരു കോമ്പറ്റീഷൻ ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലായിട്ട് ഞാൻ അടുത്ത പരീക്ഷയ്ക്ക് തന്നെ ഞാൻ സർക്കാർ ജോലിയിൽ കയറുമെന്ന് പറഞ്ഞ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് എന്ന് അവരോട് പറയാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ പുറത്തേക്ക് കൊടുക്കാതിരിക്കുക. അതായത് നാട്ടുകാരടുത്തും വീട്ടുകാരടുത്തും ബന്ധുക്കാരടുത്തും, വീട്ടുകാരറിഞ്ഞോട്ടെ, അവർക്ക് അവരുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമായിട്ട് വരും, അല്ലാതെ നാട് മൊത്തവും നമ്മൾ PSC പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. കാരണം നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് പുറത്തോട്ട് പോകുമ്പോൾ ചോദിക്കും, ജോലിയൊന്നും ആയില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ അത്രയും നല്ല രീതിയിൽ പഠിച്ച് വന്ന കാര്യം എന്ത് ചെയ്യും? നമ്മൾ മെന്റലി നമ്മൾ ഡൗൺ ആയി പോകും. അപ്പോൾ അങ്ങനത്തുള്ള ചോദ്യങ്ങളെ നമ്മൾ ഭയക്കാൻ തുടങ്ങും. പിന്നീട് അയ്യോ ഇവർ ചോദിക്കുമല്ലോ, ഇവരങ്ങനെ ചോദിക്കുമല്ലോ, ഇങ്ങനെ ചോദിക്കുമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അത് ഓർത്ത് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് എന്താ ചെയ്യുക? നിങ്ങളിങ്ങനെ PSCക്ക് പഠിക്കുന്ന കാര്യങ്ങളൊന്നും എല്ലായിടത്തും പറഞ്ഞിട്ട് അവിടുന്ന് നമുക്കൊന്നും കിട്ടാനൊന്നും ഇല്ല, അത് മനസ്സിലാക്കുക. ജോലി ഇല്ലെങ്കിൽ ജോലി ഇല്ല എന്ന് തന്നെ അങ്ങ് പറയുക. ഓക്കെ, അതിൽ നിന്നും നമുക്കൊന്നും കിട്ടാനില്ല. അവരെന്തായാലും നെഗറ്റീവ് പറയേണ്ട ആൾക്കാർ എന്തായാലും തിരിഞ്ഞു പോയി നെഗറ്റീവ് തന്നെ പറയും. അതുകൊണ്ട് നമ്മൾ ഇനി എത്ര പോസിറ്റീവായിട്ട് നമ്മൾ പറഞ്ഞാലും അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കുക. നമ്മൾ നമ്മുടെ ആ ഒരു റിസൾട്ട് അവരിലേക്ക് അറിയിച്ചാൽ മതിയാകും. അതായിരിക്കും നല്ല കാര്യം. അവരൊന്നും ഞെട്ടട്ടെ അല്ലേ? ഇത്രയും നാൾ ജോലി ഇല്ലാതെ പറഞ്ഞ അവൻ സർക്കാർ ജോലിയിലേക്ക് കയറി എന്നുള്ളൊരു സംഭവമായിരിക്കും അവർക്ക് ഏറ്റവും വലിയ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. സോ അങ്ങനെ അവരെ ഞെട്ടിക്കുക. അല്ലാതെ ഇവരുടെ ആ ചോദ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് പിന്നീടുള്ള യാത്രയിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് പറയാണ്, ഒരുപാട് പേർക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട്, അനുഭവിച്ചത് കൊണ്ട് പറയാണ്, നിങ്ങൾ ഓവർ എക്സ്പെക്ട് ചെയ്യരുത്, നിങ്ങളായിട്ട് സ്വയം എക്സ്പെക്ട് ചെയ്യരുത്. വീട്ടുകാരടുത്തും പറയാ, സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾ സെറ്റാക്കി വെക്കുക, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം ബേസ് ചെയ്തുകൊണ്ടുള്ള എൻ്റെ അടുത്ത ബാച്ച് സെപ്റ്റംബർ 30 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ മെന്റർഷിപ്പിലുള്ള ബാച്ചാണ്, നമുക്ക് പഠിക്കാം. ഓക്കെ, നമുക്ക് ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന ദിവസങ്ങളിലായിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം, എൻ്റെ സ്പെഷ്യൽ ബാച്ചാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അടുത്തൊരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ്. അതായത് ഈ സ്ട്രെസ് കുറയ്ക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. ഞാനിപ്പം ജസ്റ്റ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ ഓടി ഇങ്ങനെ വരും. ഇന്നലെ അവരങ്ങനെ പറഞ്ഞതും ഇവരിങ്ങനെ പറഞ്ഞതും അല്ല അവരങ്ങനെ ചെയ്തതും ഒക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരും. അവിടെ എന്താണ്? ഞാൻ ആ നിലവിലുള്ള സിറ്റുവേഷനിൽ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിലല്ല ശ്രദ്ധിക്കുന്നത്, എൻ്റെ മൈൻഡ് എവിടേക്കോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ സമയത്ത് നമ്മൾ എന്താണ്? നമ്മൾ ചെയ്യുന്നത് ഒരു പ്രവൃത്തിയും നമ്മുടെ ആ ചിന്ത വേറെ രീതിയിലാണ് പോകുന്നത്. സെയിം കാര്യം തന്നെയാണ് നമ്മൾ പോലും അറിയാതെ ബുക്ക് തുറന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നടക്കുന്നത്. അതായത് നമ്മൾ പഠിക്കുകയാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ നമ്മുടെ ചിന്തകൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരിക്കും, നമ്മൾ പോലും അറിയാതെ. ഓക്കെ, അതുകൊണ്ട് ഈ മൈൻഡ്ഫുൾനെസ് എന്നുള്ളൊരു സംഭവം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്നാണ് പറയുന്നത്. അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ജസ്റ്റ് നോക്കുക, നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്നു. നമ്മൾ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ജനിച്ച സമയം തൊട്ടേ ബ്രീത്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ആ ബ്രീത്തിങ്ങിനകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു, ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നു, ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നു. ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബ്രീത്തിങ്ങിലെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഇപ്പം നിലവിലെ സിറ്റുവേഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല, ഞാൻ പറയുന്ന ഈ കാര്യം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. നിങ്ങൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളുടെ മൈൻഡിൽ വരുന്നു, ബ്രീത്ത് പുറത്തേക്ക് വിടുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു എന്നുള്ളൊരു സംഭവം നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ മൈൻഡ്ഫുൾനെസ് ആയിട്ട് നിൽക്കുകയാണ്. അതായത് നമ്മൾ നിലവിൽ ചെയ്യുന്ന കാര്യത്തിൽ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. മനസ്സിലായോ? അതേപോലെ തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. അതായത്
ഇപ്പോൾ ഞാൻ ഏതെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ആ കാണുന്ന ആ ഇമേജിൽ മരങ്ങൾ, കാക്ക, എന്താണ് തെങ്ങ്, അങ്ങനെ പല പല ഇമേജുകൾ കാണുന്നു. ഞാൻ അതിൽ കൂടുതൽ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ആ സമയത്ത് വേറെ കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക, വേറെ കാര്യങ്ങളിലേക്ക് മനസ്സ് ഡൈവേർട്ട് ചെയ്ത് പോകാതിരിക്കുക. അങ്ങനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് പഠിത്തത്തിൽ കൂടി, ആ പഠന സമയത്ത് കൂടി അതിനകത്ത് കൂടുതൽ കോൺസെൻട്രേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഓക്കെ, പോസിറ്റീവ് തിങ്കിങ് ആണ് വേണ്ടത്. നമ്മൾ നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊണ്ടുവരാനായിട്ടാണ് ഇത് സഹായിക്കുന്നത്. ഇപ്പോൾ ബ്രീത്ത് ചെയ്യുന്നത്, നമ്മൾ എന്താണ് ചെരുപ്പില്ലാതെ നടക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്പർശനം എന്നൊരു സംഭവം ഉണ്ടല്ലോ, ടേസ്റ്റ്, സ്മെല്ല്, അങ്ങനെ പല പല ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. അതെല്ലാം നമ്മൾ അനുഭവിക്കണം. നമ്മൾ അനുഭവിക്കുക എന്ന് വെച്ചാൽ അതിനകത്ത് കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ട് അത് നമ്മൾ ഫീൽ ചെയ്യിപ്പിക്കണം. ഫീലിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് നമ്മൾ ചെരുപ്പില്ലാതെ ഒരു മണ്ണിലൂടെ അല്ലെങ്കിൽ ഒരു കല്ലിലൂടെ നടക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക. എൻ്റെ കാലിൽ കല്ല് കൊണ്ടു, അതെനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള സംഭവം നമ്മൾ ചിന്തിക്കുക. അല്ലാതെ അങ്ങോട്ട് പോകുന്നവരെല്ലാം ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഇത് ശ്രദ്ധിക്കാതെ പോകുന്ന ആ ഒരു ഫാക്ടർ തന്നെയാണ് നമ്മൾ പഠിക്കുന്ന സമയത്തും നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യം. നമ്മൾ ബുക്ക് തുറന്നിരിക്കും, നമ്മൾ പല കാര്യങ്ങളും, നമ്മുടെ ചിന്തകൾ വേറെ പൊക്കോണ്ടിരിക്കും അല്ലേ. അതുകൊണ്ട് ഈ മൈൻഡ്ഫുൾനെസ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയാറുണ്ട്. സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എപ്പോഴും ചെയ്യണമെന്നില്ല, ജസ്റ്റ് നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്ന കാര്യം മാത്രം നിങ്ങളൊന്ന് ഡെയിലി ഒരു 5 മിനിറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ശ്രദ്ധ കൂട്ടും. നിങ്ങളുടെ മൈൻഡിൻ്റെ ആ ഒരു ശ്രദ്ധ കൂട്ടുകയും അവസാനം ആ ഒരു എക്സാമിന് പഠിക്കുന്ന സമയത്ത് അതിലും ആ സെയിം കോൺസെൻട്രേഷൻ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇവിടെ വന്ന് റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അതാണ് മെയിൻ കാര്യം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലുക്ക് ആഫ്റ്റർ യുവർ സെൽഫ്. നമ്മൾ കൂടുതലും പഠിത്തം എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് നമ്മളെ കാര്യങ്ങളിൽ, അതായത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാകും, അതിലൊന്നും നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കത്തില്ല. അവസാനം എന്ത് സംഭവിക്കും, നമ്മൾ കൂടുതൽ അതേന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളെ സ്ട്രെസ്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കത്തില്ല, ടെൻഷൻ ശ്രദ്ധിക്കത്തില്ല, നമ്മളെ ഫുഡ് ശ്രദ്ധിക്കത്തില്ല, നമ്മൾ വെള്ളം കുടിക്കുന്നൊന്നും ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ ഡൈവേർട്ടായി പോകും. മൈൻഡ് ഫുള്ള് എക്സാം, ജോലി എന്നുള്ളൊരു സംഭവമായി പോയി കഴിഞ്ഞാൽ നമുക്ക് അവസാനം നമ്മുടെ ഈ കാര്യങ്ങളിലൊന്നും എന്താണ് പുറകിലായി പോവുകയും നമുക്ക് ആ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പം നമുക്ക് ബാക്കിയെല്ലാം കിട്ടി, ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായി പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് നമ്മളെ സ്വയം എന്ത് ചെയ്യുക, നല്ലപോലെ ശ്രദ്ധിക്കുക. നമുക്ക് നല്ല ഫുഡ് കൊടുക്കുക, നമുക്ക് നല്ല വെള്ളം കൊടുക്കുക, നമുക്ക് ബ്രെയിൻ വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കൊടുക്കേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ കൊടുക്കുക, അതിന് റിലാക്സ് കൊടുക്കുക, ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക, ആ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഞാനൊരു പ്രധാനപ്പെട്ടൊരു കാര്യം പറയാം. നമുക്ക് ഈ ഒരു ജേർണിയിൽ, അതായത് ഒരു PSC ജേർണിയിൽ നമുക്ക് പല ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും, പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും, പല വിഷമങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഓവർ പ്രഷർ തോന്നുന്നുണ്ടെങ്കിൽ, ഓവർ ടെൻഷൻ തോന്നുന്നുണ്ടെങ്കിൽ, എനിക്കിത് കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷൻ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അത് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക. അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം, നിങ്ങളുടെ റിലേറ്റീവ്സ് ആകാം, നിങ്ങളുടെ വീട്ടിലുള്ളവരാകാം, ആരോ ആയിക്കോട്ടെ. നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളെങ്കിലും ഒരു ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ടാകും, അവരുമായിട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അതായത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർ എന്ത് കരുതും, ഞാൻ ഇത്രയും ഭയങ്കര സ്റ്റബോൺ ആയിട്ട് നിൽക്കുന്ന ആളല്ലേ, എനിക്ക് വിഷമം തുറന്നു പറഞ്ഞാൽ അവരെന്ത് കരുതും, ഞാൻ അങ്ങനെ അത്ര ഭീരുവാണെന്ന് കരുതുമല്ലോ എന്നൊക്കെ കരുതി നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഇതാരോടും പറയാതെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് എന്ത് ചെയ്യുന്നു, ടെൻഷൻ കൂട്ടി, സ്ട്രെസ് കൂട്ടി, ആൻസൈറ്റി കൂട്ടി ഇങ്ങനെ ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഉള്ളിൽ എന്തെങ്കിലും കാര്യങ്ങൾ, വിഷമങ്ങൾ കൂടുതൽ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്, എനിക്കിത് ആരോടെങ്കിലും ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആരോടെങ്കിലും, നിങ്ങൾ അടുത്തുള്ള ആരോടെങ്കിലും പറയുക, അല്ലെങ്കിൽ ഫ്രണ്ടിനോട് പറയുക. അപ്പോൾ അത് ക്ലോസ് ആയിട്ടുള്ള ആരും ഇല്ലെങ്കിൽ പറയുക, എടാ എനിക്ക് ഇങ്ങനെ ഒരു വിഷമമുണ്ട്, എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണമെന്ന് തോന്നുന്നു, ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്ന് പറയുമ്പോൾ ആരും ഒരിക്കലും നോ എന്ന് പറയത്തില്ല. ഓക്കെ, നിങ്ങളെ കേൾക്കാൻ 100 ആൾക്കാർ ചുറ്റിനും ഉണ്ടാകും, നിങ്ങൾ അവരെ എന്ത് ചെയ്യുക, നോക്കി സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയാം. ഇനിയിപ്പോൾ ആരും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റിൽ വന്ന് കമൻറ്റ് ചെയ്തോളൂ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്തോളാം, നിങ്ങളുടെ ആ ഒരു ഇത് കേട്ടോളാം കേട്ടോ. അതുകൊണ്ട്
എന്തെങ്കിലും ടെൻഷനോ വിഷമങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ച് കൂട്ടി പോവാതെ അത് മാക്സിമം അത് സോൾവ് ചെയ്ത് അത് ആരെങ്കിലും ആയിട്ടൊക്കെ ഷെയർ ചെയ്ത് മനസ്സിന്റെ ആ ഭാരം ഇറക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇതും നമ്മളെ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഫാക്ടറാണ്. കൂടുതലും ഇത് അനുഭവിക്കുന്നത് വീട്ടമ്മമാരാണ്. നമ്മുടെ വുമൻസ് ഓൺലി ബാച്ച് ഒക്കെ ഉണ്ട്. അപ്പോൾ വീട്ടമ്മമാർക്ക് കൂടുതലും ഇൻലോസിന്റെ സൈഡിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കും അവർക്കിപ്പം കൂടുതലും അടുത്തുള്ള ആൾക്കാർ ഷെയർ ചെയ്യാൻ ഉണ്ടാകത്തില്ല. ചിലപ്പം ഞാൻ മാത്രമേ ചിലപ്പോൾ അവർക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ളവർ അവരെ അറിയാവുന്നവരായതുകൊണ്ട് അവരോട് പോയി പറയുമോ എന്നുള്ളൊരു സംഭവമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ കറക്റ്റായിട്ട് ആരെങ്കിലും കേൾക്കാൻ ഉണ്ട് എങ്കിൽ അവരോട് നോക്കി പറയാം. ഓക്കെ, പറയുന്ന സമയത്ത് പിന്നീട് നമുക്കൊരു പാരയായിട്ട് വരാനും പാടില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചിരിക്കാം. നിങ്ങളുടെ മനസ്സിലെ ഭാരങ്ങളെല്ലാം എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കുക. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. ആവശ്യമുള്ള സമയത്ത് നോ പറയാനായിട്ട് ശ്രമിക്കുക. ഇത് ഞാൻ പറയുന്നത് എൻ്റെ ആൺകുട്ടികളോടാണ്, നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൺകുട്ടികളോടാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങളുടെ വിലപ്പെട്ട സമയം അപഹരിക്കാനായിട്ട് നിങ്ങളുടെ കൂട്ടുകാർ ചുറ്റിനുണ്ടാകും. അവർ എൻജോയ് ചെയ്യാണ്. കാരണം അവർ PSC പഠിക്കുന്നില്ല, ചിലപ്പോൾ അവർ വെൽ സെറ്റിൽഡ് ആയിരിക്കും, അവർക്ക് വേറെ ജോലി നോക്കേണ്ട കാര്യം വരുന്നില്ല, ഫാമിലി സെറ്റിൽഡ് ആയിരിക്കും. അങ്ങനെ പല പല സിറ്റുവേഷനിലുള്ള കൂട്ടുകാരായിരിക്കും നിങ്ങളുടെ ചുറ്റിനുമുള്ളത്. പക്ഷേ അവരെന്ത് ചെയ്യും? വാടാ ട്രിപ്പ് പോവാം, വാടാ നമുക്ക് അവിടെ ചായ കുടിക്കാൻ പോവാം, വാടാ ഫുഡ് കഴിക്കാൻ പോവാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഇങ്ങനെ നിരന്തരമായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കും. വൈകിട്ട് സമയങ്ങളിൽ നിങ്ങളടുത്ത് നമുക്ക് അവിടെ പോയി ഇരിക്കാം, അവിടെ പോവാ ഇവിടെ പോവാന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അവരവസാനം എന്ത് ചെയ്യും? അവർക്ക് നല്ല ജോലിയൊക്കെ കിട്ടി അവരൊന്നെങ്കിൽ പുറത്തു പോവുകയോ അല്ലെങ്കിൽ അവർ വേറെ നല്ല രീതിയിൽ പോവും. നിങ്ങൾ പഠിക്കാനുള്ള സമയം നഷ്ടപ്പെടുത്തി നിങ്ങൾ അവരോട് പോയ നിങ്ങൾ ആരായി? നിങ്ങൾ ഒന്നുമില്ലാതെ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ കൂലിപ്പണി ചെയ്ത് നടക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ടാണ് മക്കളെ പറയുന്നത്, നോ പറയേണ്ട സമയത്ത് നോ പറയുക. നിങ്ങൾ പറയുക, ഞാനിപ്പം എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഓവറായിട്ട് എനിക്ക് ഇനി അങ്ങോട്ട് യാത്രകളിൽ വരാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനോ പറ്റത്തില്ല, എൻ്റെ സാഹചര്യം നിങ്ങൾക്ക് അറിയാലോ, എനിക്കൊരു ജോലി അത്യാവശ്യമാണ്, സോ ഞാൻ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഫ്രണ്ട്ഷിപ്പിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ അതിന് നോ പറയാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ സമയമാണ് നഷ്ടമായിക്കൊണ്ട് പോകുന്നത്. നിങ്ങൾ ഒരു ട്രിപ്പിന് പോകുമ്പോൾ നിങ്ങളെക്കാളും പുറകെ കിടന്നത് അല്ലെങ്കിൽ ഒന്നേന്ന് പറഞ്ഞ് പഠിച്ചു തുടങ്ങുന്നവൻ എന്ത് ചെയ്യുന്നു? നിങ്ങളെക്കാളും മുകളിൽ ആ ദിവസം കൊണ്ട് തന്നെ എത്തും. അതുകൊണ്ട് കോമ്പറ്റീഷൻ കൂടുതലാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളോടൊപ്പം മത്സരിക്കുന്ന ആൾക്കാരെക്കാളും നിങ്ങൾ ഒരു ദിവസം വീക്കായി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പുറകെ നിൽക്കുന്ന 2 ദിവസം പിന്നിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങളെക്കാളും മുന്നിൽ കയറി പോകുന്നത്. പിന്നീട് അവന്മാരോട് അടുത്ത് എത്താൻ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. മനസ്സിലായോ? അതുകൊണ്ട് എന്ത് ചെയ്യുക? നോ പറയാം. അതായത് നോ പറയാന്ന് പറഞ്ഞാൽ കുറച്ച് ഇപ്പോഴത്തെ ഈ ഒരു എക്സാം സമയത്ത് മാത്രം, നിങ്ങൾ ഇപ്പം ഒരു വർഷം എന്തായാലും ഇതിനു വേണ്ടി പ്രിപ്പറേഷൻ എന്തായാലും മാറ്റി വെച്ചിട്ടുണ്ടാകും. സോ ആ സമയം നിങ്ങൾ എന്ത് ചെയ്യാം? കുറച്ച് എന്റർടൈൻമെന്റ്സിൽ നിന്നും കുറച്ച് അടിച്ചുപൊളി കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഡിസ്ട്രാക്ട് സ്ട്രാറ്റജീസ്. അതായത് നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് അത് കുറയ്ക്കാൻ പല ആൾക്കാർക്കും പല രീതിയായിരിക്കും. ചിലർക്ക് പാട്ട് കേട്ടാൽ ടെൻഷൻ കുറയുമെന്ന് പറയും. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെയും ഓരോ രീതിയാണ്. നമുക്ക് മനുഷ്യരെല്ലാവരും ഒരേപോലെ അല്ലല്ലോ. ചിലവർക്ക് ചില രീതിയായിരിക്കും കൂടുതൽ അഡാപ്റ്റീവ് ആയിട്ടുള്ളത്. സോ ചിലർക്ക് നമ്മുടെ ഈ ഒരു ടെൻഷൻ കുറയ്ക്കുന്ന ബോൾ ഉണ്ടല്ലോ, ആ ഒരു ബോൾ യൂസ് ചെയ്താൽ അത് പഞ്ച് ചെയ്തിരിക്കുന്ന സമയത്ത് ടെൻഷൻ കുറയാറുണ്ട്. ചിലർക്ക് തണുത്ത വെള്ളത്തിൽ മുഖം മുക്കുന്ന സമയത്ത് ടെൻഷൻ കുറയാറുണ്ട്. അതായത് ടെൻഷൻ കുറയാൻ അതൊരു സയന്റിഫിക്കലി പ്രൂവൺ ആണ് കേട്ടോ. തണുത്ത വെള്ളത്തിൽ മുഖം മുക്കുന്ന സമയത്ത് നമ്മൾ ശ്വാസം അവിടെ ബ്രേക്ക് ചെയ്യാണ്. ശ്വാസം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഹാർട്ട് റേറ്റ് എന്ത് ചെയ്യും? ഹാർട്ട് റേറ്റ് കുറയും അല്ലേ? ഹാർട്ട് റേറ്റ് കുറയുമ്പോഴത്തേക്കും നമ്മുടെ ടെൻഷൻ റിലാക്സ് ആവും, നമ്മുടെ ആ ഒരു സ്ട്രെസ് കുറയും. അതാണ് അവിടെ റിഫ്ലെക്സ് ആക്ഷൻ ആണ് നടക്കുന്നത്. അത് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അത് പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് എന്തെങ്കിലും നിങ്ങൾക്ക് അത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ ട്രൈ ചെയ്ത് പോകാവുന്നതാണ്. പല രീതിയിലാണ് പല ടെൻഷൻ കുറയ്ക്കുന്ന. ചിലർക്ക് ചൂയിങ്കം കഴിച്ചാൽ ടെൻഷൻ കുറയുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ ടെൻഷൻ കുറയ്ക്കാനുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഏതാണ് അഡോപ്റ്റീവ് ആയിട്ടുള്ളത്? ചിലവർക്ക് ഉറങ്ങിയാൽ കുറയും, ചിലവർക്ക് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരുന്നാൽ കുറയും. അങ്ങനെ പല രീതിയിൽ സ്ട്രാറ്റജീസ് ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അഡോപ്റ്റീവ് ആയിട്ടുള്ളത് എന്താണ്? നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഈ ഒരു ലൈഫിൽ ഇവിടം വരെ എത്തി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഇരുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ് റിലീഫ് തോന്നിയിട്ടുണ്ടാകും. സോ ആ മൊമെന്റ് നിങ്ങൾ ചൂസ് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്ട്രെസ് വരുന്ന സമയത്ത്, ടെൻഷൻ വരുന്ന സമയത്ത് ആ ഒരു മൊമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ പല മെത്തേഡുകളുണ്ട്, പല രീതിയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പല മെത്തേഡ്, ചിലർക്ക് എന്താണ് കൊച്ചു പിള്ളേർ ചെയ്യുന്ന മെത്തേഡൊക്കെ ആണെന്ന് തോന്നും, പക്ഷേ അത് ഓരോ രീതിയാണ്. സോ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം, സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതൊക്കെ എന്താണ് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ കൂടുതലും ഒരു ഇത് കിട്ടിയിട്ടില്ല. കാരണം ഓരോരുത്തർക്കും ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, എങ്ങനെ അത് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് അഡോപ്റ്റീവ് ആയിട്ടുള്ളത് നിങ്ങളത് ചൂസ് ചെയ്ത് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇനി കറക്റ്റ് ആയിട്ട് ഒരു റിവിഷൻ പ്ലാൻ സെറ്റ് ചെയ്യുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു എക്സാമിന് പഠിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ലാസ്റ്റ് ടൈമിൽ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ടെൻഷൻ കൂടും. എക്സാം ഇങ്ങനെ അടുത്ത് വരുന്ന സമയത്തേക്ക് ടെൻഷൻ അങ്ങ് കൂടും, അവസാനം പഠിച്ചു തീർക്കാൻ ഒരുപാടുണ്ടാകും, റിവിഷൻ ചെയ്യാൻ സമയം കിട്ടാതാകും. അങ്ങനത്തെ സിറ്റുവേഷനിൽ പോയിട്ട് എക്സാം എഴുതുന്ന സമയത്ത് മൊത്തത്തിൽ അവിടെ പാളി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഒരു ഏർലി റിവിഷൻ പ്ലാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നേരത്തെ പഠിച്ചു തുടങ്ങുക. നമ്മുടെ ബാച്ചിൽ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നമ്മൾ നേരത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നേരത്തെ അവരെ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് അവിടെ കൊണ്ട് നിർത്താൻ വേണ്ടിയിട്ടാണ്. ആ ഒരു എൻഡ് പോയിന്റിൽ എത്തുന്ന സമയത്ത് ഒരു എക്സാമിന് മുമ്പായിട്ട് ഒരു 2 മാസം റിവിഷൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ മുൻകൂട്ടി ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നേരത്തെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തു നിൽക്കാതെ, എടുത്തു ചാടി ഒരു തകൃതിയിൽ പഠിക്കാൻ നിൽക്കാതെ വളരെ റിലാക്സ് ആയിട്ട് സമയമെടുത്ത് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ടാണ് നേരത്തെയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. സോ എന്ത് ചെയ്യുക, ഏർലി റിവിഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏർലി റിവിഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക്ക് ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് റിവിഷൻ ചെയ്യുക. ഫോണൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. അന്ന് പഠിച്ച ടോപ്പിക്കുകൾ, ഇന്ന് പഠിച്ച ഇന്ന ടോപ്പിക്കുകളാണ്, ഇന്ന ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചതെന്ന് പറഞ്ഞ് റിവൈസ് ചെയ്യുക. അതിനുശേഷം അടുത്ത ദിവസം നാളെ രാവിലെ നിങ്ങൾ എണീറ്റ് അടുത്ത ടോപ്പിക്ക് പഠിക്കാൻ പോകുന്നതിന് മുമ്പായി തലേന്ന് പഠിച്ച ആ ടോപ്പിക്ക് വീണ്ടും ഒന്നും കൂടെ റിവിഷൻ ചെയ്യുക. അതിനുശേഷം ആ ഒരു വീക്കിൽ സൺഡേസ് എന്ത് ചെയ്യുക, ഒരു റിവിഷൻ ഡേ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ആ വീക്കിൽ പഠിച്ച ടോപ്പിക്കുകൾ അതേപടി നോക്കുക. ഒരു മാസം കംപ്ലീറ്റ് ആകുമ്പോൾ ആ മാസത്തിന്റെ അവസാനത്തെ 2 ദിവസം റിവിഷന് വേണ്ടി മാറ്റിവെക്കുക. അങ്ങനെ നമ്മൾ റിവിഷൻ ചെയ്ത് വരികയാണെങ്കിൽ ലാസ്റ്റ് സമയത്ത് നമുക്ക് റിവിഷന് സമയം കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ ഓൾമോസ്റ്റ് ഇതുവരെ പഠിച്ച ടോപ്പിക്സിൽ നമ്മൾ സെറ്റ് ആയിട്ടുണ്ടാകും. ഓക്കെ, അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഏർലി റിവിഷൻ പ്ലാൻ സെറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് കാര്യമാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പ്രധാനപ്പെട്ടൊരു കാര്യം, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഈ കുട്ടികൾ വന്നിട്ട് ടീച്ചറെ എന്നെ കൊണ്ട് പറ്റുമോ, നടക്കുമോ, ഇത് എന്നെ കൊണ്ട് പറ്റുന്നില്ലെന്ന് തോന്നുന്നത്, എനിക്കറിയത്തില്ല, അങ്ങനെ പറഞ്ഞ് നെഗറ്റീവ് അടിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ച് കഴിഞ്ഞാൽ അത് നടക്കാൻ പോകുന്നില്ല. കാരണം മൈൻഡിൽ അത് ഓൾറെഡി ലോഡായി കഴിഞ്ഞു, ഇത് നടക്കത്തില്ല, ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് ലോഡായി കഴിഞ്ഞു. അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞ് ഫലിപ്പിച്ച് അങ്ങനെ തറവാക്കി വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചാലും എത്ര ശ്രമിച്ചാലും നടക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മളെ കൊണ്ട് പറ്റും, ഈ എക്സാം ഞാൻ ക്രാക്ക് ചെയ്തിരിക്കും. ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിരിക്കണം, നമ്മളത് ക്രാക്ക് ചെയ്തിരിക്കും, നമ്മൾ ആ ഒരു പോയിന്റിൽ എത്തിയിരിക്കും, എല്ലാവരുടെ മുന്നിൽ നമ്മൾ വിജയിച്ചിരിക്കും, എൻട്രിയുടെ മീറ്റപ്പിൽ വന്ന് നമ്മൾ അവിടെ ട്രോഫി വാങ്ങിച്ചിരിക്കും, ടീച്ചേഴ്സിനെ കണ്ടിരിക്കും എന്നുള്ള ആ ഒരു വാശി നിങ്ങളുടെ മനസ്സിൽ ആദ്യം കൊണ്ടുവരിക. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ടോപ്പിക്കിൽ എത്തുന്ന സമയത്ത് പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നും, അയ്യോ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നും. അത് സ്വാഭാവികമാണ്. ഒരു ടോപ്പിക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് കൂടുതൽ സമയം കൊടുക്കുക. അത് മനസ്സിലാക്കി പതിയെ മനസ്സിലാക്കി എടുക്കുക കേട്ടോ. അല്ലാതെ ഒരു ടോപ്പിക്കിൽ എത്തുന്ന സമയത്ത് പഠിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് ബാക്കി എല്ലാ ടോപ്പിക്കുകളും എന്ത് ചെയ്യും, അങ്ങ് കളഞ്ഞ് ഞാൻ PSC വേണ്ട എന്ന് വെച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. സോ അവർ ചെയ്യുന്നത് അബദ്ധമാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്താൽ ബാക്കിയുള്ള കുട്ടികൾ എന്ത് ചെയ്യും, നിങ്ങളെക്കാളും സ്ട്രഗിൾ ചെയ്ത കുട്ടികൾ പോലും നിങ്ങളെക്കാളും മുകളിൽ കയറി പോകും. അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടിരിക്കുക. പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ളൊരു പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരിക. ആ ഒരു ജേർണി ഫുള്ളി നമ്മൾ പോസിറ്റീവ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മുടെ മനസ്സ് മടുക്കും, നമ്മൾ മടി പിടിച്ചിരിക്കും. ആ ഒരു പോയിന്റിൽ നമ്മൾ റിയലൈസ് ചെയ്യുക, ഇങ്ങനെ ഞാൻ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ഇത്രയും നാളത്തെ കഷ്ടപ്പാട് വെറുതെ ആയി പോകും, ഞാൻ ലക്ഷ്യം വെച്ച സ്ഥാനത്തേക്ക് എനിക്ക് എത്താൻ പറ്റില്ല എന്ന് നമ്മൾ സ്വയം ബൂസ്റ്റ് ചെയ്ത് നമ്മൾ സ്വയം പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക കേട്ടല്ലോ. ഓക്കെ, അതാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്നുള്ള കാര്യം പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ടും പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരുവിധം ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്ട്രെസ് മാക്സിമം പഠിക്കുന്ന സമയത്തുള്ള ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ബാച്ചിലുള്ള കുട്ടികളൊക്കെ ജസ്റ്റ് എക്സാം നടക്കുമായിരിക്കും, അതായത് നമ്മുടെ ടാസ്ക് വൈസ് എക്സാംസ് ഉണ്ട്. ഈ എക്സാം പോലും
എഴുതാൻ പേടിയാണെന്നും പറഞ്ഞ് വിളിച്ചിരുന്ന് കരയുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവരെൻ്റെ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടാകും. അപ്പോൾ അവർ അങ്ങനെയുള്ള ആൾക്കാർ വരെയുണ്ട്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ട്. ഒരു PSC എക്സാം അല്ല, നമ്മുടെ ബാച്ചിൽ നടക്കുന്ന ഒരു എക്സാമാണ്. ആ എക്സാം പോലും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പേടിയാണ് മിസ്സേ എന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിക്കുന്ന ആൾക്കാരുണ്ട്. സോ അത്രയ്ക്കും ടെൻഷൻ അനുഭവിക്കുന്നവരാണ്. അത് ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. ഇനി നിങ്ങളും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അത് മാക്സിമം ടെൻഷൻ ഫ്രീ ആവുക, റിലാക്സ് ആയിട്ടിരുന്ന് പഠിക്കുക, മൈൻഡ് കൂൾ ആയിട്ടിരുന്ന് പഠിക്കുക. എവിടെയെങ്കിലും പോയിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും ഒരു ഇത് ഡിസ്ട്രാക്ഷനും ഇല്ലാതെ കുറച്ച് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. മൈൻഡ് കൂളാക്കുക, ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയുക, ഫുള്ളി ഇതേന്നും പറഞ്ഞിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്ന ദിവസങ്ങളിലെങ്കിലും കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ബാച്ചിനെ പറ്റി ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. നമ്മുടെ അടുത്ത ബാച്ചാണ്. ഇതിപ്പം എണ്ണം മറന്നുപോയി, 4-മത്തെയോ 5-മത്തെയോ ബാച്ചാന്ന് തോന്നുന്നു. നമ്മുടെ ഡിഗ്രി ലെവല് സെപ്റ്റംബർ 30-ാം തീയതിയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ ലോങ് ടേം ബാച്ചാണ് കേട്ടോ. പ്രിലിംസും മെയിൻസിനും കൂടെ ചേർന്നിട്ടുള്ള ബാച്ചാണ്. ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസ് എന്ന് പറയുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, നിങ്ങൾക്ക് അറിയാലോ, അത്രയും വേക്കൻസിയോട് കൂടി വരുന്ന ഒരു പരീക്ഷയാണ്. അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ട്. പിന്നെ നമ്മുടെ എല്ലാ വർഷവും നടക്കുന്ന SI പരീക്ഷയുണ്ട്. ഇതിനെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു ലോങ് ടേം ബാച്ചാണ് നമ്മുടെ ഈ ഒരു ഡിഗ്രി ലെവൽ ബാച്ച് എന്ന് പറയുന്നത്. എൻ്റെ ഫുൾ മെൻറ്റർഷിപ്പ് ഉണ്ടാകും. എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെയും മെൻറ്റേഴ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ മോട്ടിവേഷൻ സെഷൻസ് ഉണ്ടാകും, ലൈവ് സെഷൻസ്, നമ്മൾ PYQ പ്രാക്ടീസ് ഒക്കെ ഉണ്ടാകും. ഡെയിലി നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും. ബാക്കി ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാകും. മോഡൽ എക്സാംസ്, ഡെയിലി എക്സാം ആണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എക്സാം എഴുതാനേ നിങ്ങൾക്ക് സമയം കാണത്തുള്ളൂ. അവിടെ തന്നെ ഒരു മത്സരമാണ്. ഒരു 100 പേരുണ്ടെങ്കിൽ ആ 100 പേരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്. റാങ്ക് ലിസ്റ്റ് വരും. അങ്ങനെ പല കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവിടെ താഴെ നമ്പർ കൊടുത്തിരിക്കാം. സെപ്റ്റംബർ 30-നാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ ഡേറ്റ് അടുപ്പിച്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുത്താൽ മതിയാകും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ടും PYQ പ്രാക്ടീസ്, അതുപോലെ തന്നെ നമ്മൾ 10th ലെവൽ എക്സാംസിന് കാര്യങ്ങളും തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് അഡീഷണൽ ലൈവ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ വരാൻ പോകുന്ന എക്സാംസ് എല്ലാം നിങ്ങൾക്ക് ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള കുട്ടികളടുത്ത് ജസ്റ്റ് ചോദിച്ചാൽ തന്നെ നമ്മളെ ബാച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെന്താ പറയുക, ഇനി വരുന്ന സമയങ്ങളിൽ ഇനി വരുന്ന എക്സാംസിനൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിങ്ങൾ പഠിക്കുക, നല്ലപോലെ എഫേർട്ട് ഇടുക, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മുടെ ചിന്താഗതികൾ, കുട്ടികളുടെ ചിന്താഗതികൾ, നമ്മുടെ സൊസൈറ്റിയുടെ ചിന്താഗതികളൊക്കെ ഇപ്പോൾ മാറി മാറി വരികയാണ്. കുറച്ച് നാൾ മുമ്പ് വരെ എല്ലാവരും കൂടെ പുറത്തേക്ക് പോകുക, UK പോവുക, US പോവുക എന്നുള്ളൊരു സിസ്റ്റം ആയിരുന്നുവെങ്കിൽ ഇപ്പം നിലവിൽ എല്ലാവരും നാട്ടിലൊരു ജോലി എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി പോകുന്നതനുസരിച്ച് ഈ വട്ടം വേണ്ട, ഞാൻ അടുത്ത വർഷം ട്രൈ ചെയ്തോളാം എന്ന് വിചാരിച്ചിരിക്കുന്നവർ മനസ്സിലാക്കുക. കോമ്പറ്റീഷൻ കൂടും. ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികൾ വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം കിട്ടി. ഇത്രയും പരീക്ഷകൾ, ഇത് മാത്രമല്ല, കമ്പനി ബോർഡ് LGS വരുന്നു, 10th ലെവലിൽ 3-4 പരീക്ഷകൾ വരുന്നു, 12th ലെവൽ എക്സാം വരുന്നു, ഡിഗ്രി ലെവൽ ഇത്രയും എക്സാംസ് വരുന്നു. ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഇനി കിട്ടത്തില്ല. ഇപ്പം നിങ്ങൾ കുറച്ച് നാളൊന്ന് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ, ഒരു 8 മാസം അല്ലെങ്കിൽ 9 മാസം നിങ്ങൾ അതേന്നും പറഞ്ഞ് ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു പോസ്റ്റിലേക്ക് കയറി പോകാനായിട്ട് സാധിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ എപ്പോഴും ഇതേപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ബാക്കിയുള്ളവരുടെ മുന്നിൽ പൈസയ്ക്ക് കൈനീട്ടി ഇങ്ങനെ ജീവിക്കേണ്ട ഒരു ഗതി നമുക്ക് വരും. ഓക്കെ, അതുകൊണ്ട് മാറ്റം നമുക്ക് അനിവാര്യമാണ്. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാലേ നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി മറ്റൊരു സെഷനായിട്ട് കാണാം. താങ്ക്